നിക്കാഹ് എങ്ങനെയാണ് എന്താണ് ഇത് കൊണ്ട് അന്ന് ബാക്കോട്ട് പിടിച്ചായിട്ട് നമുക്ക് പേരല്ല നമ്മൾ ഇടുന്നത് ആക്കിക്കൊണ്ടിരിക്കുക. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കാതെ വിശ്വസിക്കുന്നു ഗൈസ്. ഫൈനലി എന്താ പറയുക, നിക്കാഹാകുമ്പോഴാണ്. ഇന്ന് ഫാമിലിയൊക്കെ വരും. ഇത്രയും കാലം കല്യാണം എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് ചാടി കളിച്ചെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ ലൈക്ക് എനിക്ക് നിക്കാതിന് ലൈക്ക് സ്റ്റേജിൽ കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല കേസ്. കോമഡിയാണ്. ഓ മൈ ഗോഡ് കേസ്. എണീക്കാൻ എന്നെ തോന്നുന്നില്ല. എവിടെയും എന്തോ ഒരു പേടി കാര്യത്തോടെ എടുക്കുമ്പോൾ. ബെഡ്ഷീറ്റൊക്കെ കേസ് ഏതോ ഒരു ഫ്ലവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ടുമ്പോൾ സമയം ഇപ്പോൾ 7:44. ഇന്ന് ഇക്കാക്കന്മാരൊക്കെ വരും. സോ അവരോട് ചോദിച്ചു വെക്കണം നിക്കാഹിന് സാധാരണ എന്താണ് ചെയ്യാറെന്നൊക്കെ. എനിക്ക് തോന്നുന്നു എൻ്റെ കൈ അവളുടെ ഫാദറിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു അവളുടെ കയ്യേക്കും തരുന്നത്. അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ മുസ്ലിംസിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ വേറെയാണ് കേസ്. എക്സൈറ്റഡ് ആണ്, ബട്ട് സെയിം ടൈം കുറേ നെർവസും ഉണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഫാമിലീസും റിലേറ്റീവ്സും ഒക്കെ ഇന്ന് വരും. സോ വെൽക്കം ടു മൈ വീഡിയോ ആൻഡ് മൈ ചാനൽ. ഓക്കെ കുഞ്ഞു ഇന്നലെ ഞാൻ പോയിട്ട് ആ കാറൊക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടോ പുതിയതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ അൽഫിൻ്റെ അവിടെ കുറച്ച് മൈലാഞ്ചി ഇടുന്ന ഒരു മെഹന്തി നൈറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു. കുറേ മൈലാഞ്ചും അവളെ ഫാമിലീസൊക്കെ വന്നിട്ട് ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചെന്ന്. അവൾ കുറച്ചാണ് ഇട്ടെങ്കിലുള്ള നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. എനിക്കിഷ്ടമായി ഇത്. പിന്നെ ഇന്നലെ അവൾക്ക് അയച്ചതാണ്. അവളെ ഫ്രണ്ട്സ് അവളുടെ ഫോണിൻ്റെ കവറിൻ്റെ മുകളിൽ കുറച്ച് സംഭവം സെറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് സ്റ്റോൺസ് ഒക്കെ എടുത്തിട്ട് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാം ഗൈസ്. കുഞ്ഞിതാക്കണ രാവിലെ തന്നെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ മെഹന്തി ഇടുന്ന കുട്ടീനെ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഫുൾ ഞാൻ മെഹന്തി ഇടാൻ. അത്ര വേണം കുഞ്ഞുമോളെ, അത് കുറച്ച് ഓവറല്ലേ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടാന്ന്, കാരണം ഫുൾ കൈയാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഒരു ഡ്രസ്സിന് ഇത്ര കൈയാണ്, അപ്പൊ എനിക്ക് ഇവിടുന്ന് ഫുൾ കവർ ചെയ്തിടണം. കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ അവിടെ എത്തിയില്ലേ? എത്തിയിട്ടുണ്ട്. എനിക്കില്ലേ നാളെ അപ്പൊ കുഞ്ഞോൾക്ക് മെഹന്തി ഇടാനുള്ള ടീംസ് കൊടുത്തിട്ടുണ്ട്. പേരെന്തായിരുന്നടാ? ഷംസ. സോ ഞാൻ തൽക്കാലം ജസ്റ്റ് അൽഫിന്റെ പേരല്ല നമ്മൾ ഇടുന്നത്. അപ്പൊ അവള് കുഞ്ഞിതാക്കണ ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ആ സമയം കൊണ്ട് അവളെ പേര് ജസ്റ്റ് ഒന്ന് എന്റെ കൈമേല് വരപ്പിക്കാന്ന്. സോ ഞങ്ങൾ ഡിസൈനൊക്കെ നോക്കിയിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ആയിട്ട് ഔട്ട് ഞാൻ കാണിച്ചുതരാം. നമ്മളിപ്പോൾ ഇതാക്കണ ഒരു ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് AS എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇതാക്കണ അവിടെ ചെയ്യുന്നുണ്ട്. സോ ആളുടെ കൈ ഇടക്കിടക്ക് വറക്കുന്നുണ്ട്. പക്ഷെ ആള് സെറ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായിരുന്നടാ? ഹെന്ന ബീസ ജമീല. എനിക്ക് മനസ്സിലായില്ല. ഓക്കെ എന്തായാലും ഞാൻ താഴത്ത് ലിങ്ക് കൊടുക്കാം. മെഹന്തി ഒക്കെ ഇടാനുണ്ടെങ്കിൽ വിളിച്ചാൽ പോലെ. കൊച്ചി ബേസ്ഡ് ആയിട്ടില്ലേ? കൊച്ചി ബേസ്ഡ് ആയിട്ട് എല്ലായിടത്തും നല്ല ഭംഗിയിൽ ചെയ്തുതരും. സെയിം ടൈം ഇതാക്കണ എൻ്റെത് ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതാട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ കുഞ്ഞിൻ്റെ ഇതാക്കണ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് എന്താ നോക്കാം. അവളതാ ഇവിടും തൊട്ടിട്ട് ഗൈസിന്റെ സ്പെക്സിന്റെ എന്താ കൂളിങ്ങിന്റെ എഫക്ട് കുറയ്ക്കാൻ വേണ്ടി കൊടുത്തിന്. അത് വാങ്ങിക്കൊണ്ടുതന്നെ പോർട്ടർ ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവരാം. സോ ഞാൻ അതാക്കണ ഒപ്റ്റിക്കൽസിന് എൻ്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ വാങ്ങിക്കൊണ്ടുവരും. ഇപ്പോൾ അതാക്കണ ഓരോരുത്തർ വരുന്നുണ്ട് പെട്ടിയും ലാക്കേജൊക്കെ എടുത്തിട്ട്. സോ ആരാത്? ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങിയത് സഫർനസ്കാന്റെ വാവയാണ്. പേരെന്താ വാവേ? എന്താണ്? അച്ഛടാ പറയുന്നുണ്ടല്ലോ. തക്കട് വാവേ. സോ നമ്മൾ നോക്കണ ഇവിടെ ഡാൻസ് ഉണ്ടാവും കേട്ടോ. കല്യാണത്തിന് ഇവിടെ ഡാൻസ് ഉണ്ടാവും. നല്ല ഷൂസൊക്കെ ഇട്ടിട്ട് അടിപൊളി ഡാൻസ് ഉണ്ടാവും. ഇപ്പൊ ഫാമിലി മെമ്പേഴ്സൊക്കെ കുറെ വന്നിട്ടുണ്ട്. സഫർനാസ് ഉണ്ട്, അവൻ്റെ ഭാര്യ ഉണ്ട്. സോ കുറെ പേരുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ പരിചയപ്പെടുത്തട്ടോ. ഇയാള് ഫ്ലൈറ്റ് കയറിയിട്ടാണ് നമ്മളുടെ മാരേജിന് സുജിത്താത്ത ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പൊക്കി പറയാൻ പറഞ്ഞു, പക്ഷെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയുന്നില്ല. ബാക്കി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. കഴിച്ചപ്പോ ജസ്റ്റ് മുകളിലോട്ട് വന്നാണ്. എന്റെ ഗ്ലാസ് എത്തിയിട്ട് ഇത് നോക്കിയാൽ ഇതിലിങ്ങനെ കണ്ണ് കാണും. മനസ്സിലായില്ല? നേരത്തെ ഉള്ളത് പറയുമ്പോൾ ഭയങ്കര ഡാർക്കായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐ കോണ്ടാക്ട് കിട്ടും. ഓക്കെ കുഞ്ഞിൻ്റെ എന്തായാലും നോക്കാം. ഹലോ ഗായ്സ്, ഗ്ലാസ് എങ്ങനെയുണ്ട്?
ഓക്കെ വന്നതാണോ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് കുറച്ചുകൂടി കാണുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ഷെയ്ഡുമാണ് കറുപ്പ്. യെസ്. ആ പ്രോഗ്രസ് ഉണ്ട് കേട്ടോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്തു കേട്ടോ. വാവ്, നീ ഇത്ര കഴിവൊക്കെ ഉണ്ടായിരുന്നേ. ആ ബാബന്റെ ഡാൻസ് കാണാം. കളിച്ചോ കളിച്ചോ കളിച്ചോ. ആ ഏതാ ഡാൻസ്? ഇവിടെ നോക്കണ്ട കേസ്, ഇവിടെ മാറ്റാത്തോണ്ട് ഡാൻസ് കളിക്കാൻ വരില്ല. മൈ ഗോഡ് ഗൈസ്, 2 കൈ അടുപ്പിച്ചൊക്കെ ഞങ്ങള് നോക്കിയാ എന്റെ മോനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നല്ല അടിപൊളി ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. സോ ബാക്കിലൂടെയും ചെയ്യും. എന്റെ മോള് ചെറുതായിട്ട്, കാരണം അൽഫി ഫുൾ കൈയാണ് വരുന്നത്. എന്റെ സ്ലീവ് ഹാഫ് ഉണ്ടായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാളത്തേക്ക് എന്ത് രസം ഉണ്ടാവും ഇത് കാണാൻ. പക്ഷെ കുഞ്ഞുവിന് ഇന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്, 2 കൈയും പക്ഷെ നമുക്കെല്ലാം ചെയ്യാം. എന്ത് ചെയ്താൽ അവൾക്ക് റിയാക്ട് ചെയ്യാൻ കഴിയില്ല ഗൈസ്. ഇന്ന് കിട്ടിയ ചാൻസ് നമുക്ക് മുതല ഒരു തൂവല വാങ്ങി ഡിക്ലേ ആക്കണം ഗൈസ്. അപ്പൊ ഞാനിത് നേരെ നമ്മളുടെ ബ്രൈഡിന്റെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അവളുടെ വെഡിങ് ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് പറഞ്ഞപ്പം റിസപ്ഷന്റെ ഡ്രസ്സ് ഞങ്ങളാണല്ലോ കൊടുക്കുന്നത്. സോ അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അത് സഫറിനെയും കൂട്ടുന്നുണ്ട്. നേരെ പോയിട്ട് അവിടുന്ന് ഡ്രസ്സ് എടുക്കണം ഗൈസ്. ഏതുകൊണ്ട് 3 മാസത്തെ കഷ്ടപ്പാടാണ് ഡ്രസ്സ്. 3 മാസം ഇതിന്റെ ബാക്കിൽ. ഓ മൈ ഗോഡ്, ലെറ്റ്സ് ഗോ. നമ്മളെ സ്വന്തം മമ്മിന്റെ ബലാനോ ആണ് എടുക്കുന്നത്. മിനി അവിടെ കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നമുക്ക് നിക്കാഹിനൊക്കെ പോകുമ്പോൾ ആ കാറാണ് എടുക്കേണ്ടത്. പിന്നെ എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ വേണം വീട്ടിലെത്തിയിട്ട്. ഗൈസ്, നിക്കാഹ് എങ്ങനെയാണ്, എന്താണ് സംഭവം എന്നറിയില്ല. പുള്ളിക്കാരൻ നിക്കാഹ് ചെയ്ത വട്ടം കെട്ടിയതാണല്ലോ. അപ്പം നമുക്ക് കുറച്ച് അഡ്വൈസ് തരണം, സ്റ്റേജിൽ കയറിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ എല്ലാം നമ്മൾ പോയി വന്നിട്ട് പഠിക്കാം ഗൈസ്. ഒരു ട്യൂട്ടോറിയൽ ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഇരുന്നിട്ട് നമുക്കൊന്ന് പഠിക്കണം. നീ കേട്ടോ, നിനക്ക് ആവശ്യം വരും, മനസ്സിലായല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും നിക്കാഹിനെ പറ്റി ഒന്ന് അറിയാം ഗൈസ്. ഇതിൽ പോയി വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. ഇതാട്ടോ പ്ലേസ്. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം. ഞാൻ ഒന്ന് കൂടുതൽ തവണ അവിടെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വട്ടം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഒരു സർപ്രൈസ് പ്രാങ്ക് എന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. സോ നമ്മളിത് കസ്റ്റം ചെയ്തുണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് അത് ചെയ്യിപ്പിച്ചത്. നമുക്കിങ്ങനെ ഡ്രസ്സ് കിട്ടിയിരിക്കുന്നു. ഓ ഗൈസ്, ഇവിടുന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങളോട് വന്നപ്പോൾ. സോ 2 ഒന്നുണ്ട്, 1 ഇതാക്കണം. അവിടെ ഉണ്ട്. ഇത് കൊണ്ടുപോയി നിവർത്തി വെക്കണം നമുക്ക്, മനസ്സിലായില്ലേ? ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് തരാം. നമ്മളിപ്പോൾ ഇതങ്ങനെ ഡ്രസ്സ് കാറിൽ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടൊന്ന് നോക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഒരുപാട് നീളം തന്നെ വളച്ച് കഴിഞ്ഞാൽ അധികം ഇതായി ചുളുക്കിപ്പോവും. ഇൻ കേസ് ചുളുങ്ങി നമുക്ക് അയൺ ചെയ്ത് റെഡിയാക്കാം ഗൈസ്. അപ്പം വീട്ടിലെത്തി ഇതാക്കുന്ന ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. സോ നീളങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വേറെ ഇവിടെ വെക്കാണ്ട്. പിന്നെ നമ്മളോടൊരു സാധനം മറന്നുപോയി. അവളുടെ വെയിലിൽ നിന്ന് എന്തോ പറയട്ടോ. ആ സാധനം ഇങ്ങനെ ബാക്കിൽ നീട്ടിട്ടുള്ള ഒരു സാധനം, നമ്മളെ പക്ഷേ തട്ടെന്നൊക്കെ വേണം പറയാം. അതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് അവരും കൊണ്ട് പോർട്ടർ ചെയ്യാറുണ്ട്. നമുക്ക് എന്തായാലും അവളെ വിളിച്ചു നോക്കാം അൽഫീനെ. കാരണം വെച്ചാൽ അൽഫീൻ്റെ അവിടെ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്തോ ഒരു നൈറ്റ് പറഞ്ഞു, ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവൾ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് പോകാനും കഴിയില്ല, ഇവിടെ പരിപാടിയും കുറച്ചേറെ ബിസി ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് വീഡിയോ കോൾ ചെയ്തോക്കട്ടെ. അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ മേക്കപ്പ് ഒക്കെ സെറ്റായോ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ ബേബി കോൾ എടുത്തിരിക്കുന്നു. ആയി പറടാ. അന്ന് ബാക്കോട്ട് പിടിച്ച ക്യാമറ. ഇവൾക്ക് ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് ഡ്രസ്സ് ഒന്ന് കാണട്ടെ കുഞ്ഞു, ഡ്രസ്സ് ഒന്ന് കാണിക്കാൻ പറയും. ഒന്ന് ഡ്രസ്സ് കാണട്ടെ. ആണോ? ബ്ലൗസ് മാത്രമേ. എനിക്ക് കാണണടാ കുഞ്ഞു, നിനക്ക് കാണണ്ട ഡ്രസ്സ്? വേണ്ടടി, എന്റെ ഫോട്ടോ എനിക്ക് വേണ്ട. കുഞ്ഞോളെ ഇവളല്ലേ ബ്രൈഡ്. അതല്ല, അൽഫിന് അത്ര ഇടുന്നുള്ളൂ. അൽഫിക്ക് ഫുൾ ഉണ്ട് സ്ലീവ്, എനിക്ക് ഇത്ര ഉള്ളു സ്ലീവ്. പിന്നെ അൽഫിനെ ചോദിച്ചു, അൽഫിക്ക് പെർമിഷൻ തന്നതാ. ചെയിൻ കൊള്ളാലോ അല്ലേ കുഞ്ഞു? ചെയിൻ കൊള്ളാലോ. ഞാൻ അൽഫി സെലക്ട് ചെയ്ത ചെയിൻ. നല്ല നല്ല ഭംഗിയുണ്ട്. കമ്മല് കാണിച്ചാ? കമ്മല് അതേപോലത്തെ ഫ്ലവറിന്റെ. ആണോ? ഇന്നെന്താ അവിടെ പരിപാടി? ഇത് വെച്ച് അത് കാണിച്ചൊന്ന് ബാക്കോട്ട് പിടിച്ച. കൊള്ളാം കൊള്ളാം കൊള്ളാം, ക്യൂട്ടായിനല്ലേ ഇന്നിപ്പോ അവിടെ എന്ത് പരിപാടിയാ? സംഗീത. അപ്പൊ ഡാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? സംഗീത്. നമുക്ക് വേണം ശരിക്കും പോവാം. എനിക്ക് അവിടുന്ന് കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ ഒന്ന് എടുത്ത് തരുമോ? ഗൈസ്, അപ്പൊ നമ്മളെ സിൻഡ്രലാസ് ഇവിടെ എത്തിയിട്ട് ഫിദയും കട്ടയും സോറി എന്റെ പേര് പറ ഷിഫയും കുഞ്ഞു എത്തിയിട്ടുണ്ട്. കുഞ്ഞു ആ ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊടുക്ക്.
എന്റെ അളിയാ, ഇതാണ് നമ്മൾ അൽഫിക്ക് വാങ്ങിയ ഡ്രസ്സ്. എന്നോട് ഇനി ഒന്നും പറയണ്ടൊക്കെ. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ടോ? വലിയ വെയിറ്റില്ല. അത് പിന്നെ പിടിക്കണോ? നിങ്ങളാട്ടോ ആദ്യം കാണുന്നത്. കാണിക്കുന്നുണ്ടോ? ആ, വേറെ കാണിച്ചെടുക്ക. ഞാൻ door ഒക്കെ ഇറക്കി. സിരി നിൽക്കുന്നില്ലല്ലോ. പൊക്കോ. എങ്ങനെയുണ്ട്? നൈസ് സെറ്റ് ആയില്ലേ? സോ ഇതാണ് സാധനം. ആ, ഇത് മാത്രല്ല, ഇതിനപ്പുറത്തൊരു ഗൗണ് പോലെ സാധനം വരും. 2 ഹിപ്പിന്റെ അവിടുന്ന് വേറൊരു സാധനം, പിന്നെ തലേന്നൊരു വെയിനോ എന്തൊരു സാധനം അതിന്റെ പേര്, വെയില് തലേ വെക്കുന്ന ക്രിസ്ത്യൻ അങ്ങനത്തെ ഒരു സാധനമാണ് ഗൈസ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ എന്റെ എന്താണ് പറയൂ, നാളെ എന്റെ നിക്കാഹാണ്. അപ്പം നിക്കാഹിനെ പറ്റി എന്തെങ്കിലും അറിയാം എനിക്ക്? എന്തെങ്കിലും ടിപ്സോ ട്രിപ്സോ? ഞാൻ സഫറിനോട് പറഞ്ഞില്ല, പക്ഷെ അവനിപ്പം ഹാളിന്റെ കിച്ചൺ കാണിക്കാൻ പോയി. അപ്പം നമുക്കത് ടിപ്സും ട്രിക്സിലും ആഡ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നാളത്തെ നിക്കാഹിന് ഇന്നേ ഷൂട്ട് കേട്ടോ, ഇന്ന് നൈറ്റ് മുതൽ ഞാൻ നാളത്തെ വരെ ഷൂട്ട്. ഇവരെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യട്ടെ, കാരണം ഇവള് പ്രൊഫഷണലി ഒക്കെ ഇവർ രണ്ടാളും ഭയങ്കര സംഭവമൊക്കെയാണ്. അല്ലെ, അന്ന് നമ്മൾ കൊളാബ് ചെയ്ത് റീൽ ചെയ്തില്ലായിരുന്നു, അതിന് അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു. അന്ന് കുറെ ആൾക്കാരിന് ഭയങ്കര എന്താ പറയാ, സിസ്റ്റേഴ്സ് ഒക്കെ പൊളിയാണെന്ന് കമന്റ് ചെയ്തിരുന്നു. ചിക്കന്റെ ഡാൻസ് എല്ലാം അടിപൊളിയാണ്. ഉണ്ണികൃഷ്ണൻ എന്താ പറയാ, നാളെ നിക്കാഹിന് കാണാം. ചെക്കന് കല്യാണം കഴിക്കാൻ പോവാ. സോ വർക്കോളാവാണ്ടിരിക്കുക ഞാൻ പ്രാർത്ഥിക്കാം, പ്രാക്ടീസ് ചെയ്യണം. സോ ടാറ്റ കൊടുക്കട്ടെ.